ഇന്ന് നമ്മൾ കളർ റെൻഡറിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് നിങ്ങളുടെ കയ്യിലുള്ള വേർഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക, ഫയലിൽ പോവുക, ന്യൂ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് A4 സൈസ് പേപ്പറാണ്. അപ്പോൾ പ്രീസെറ്റ് സൈസ് A4 സൈസ് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള സൈസ് ഇവിടെ A4 സൈസ് എടുക്കുന്നു. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിട്ടുണ്ട്. റെസൊല്യൂഷൻ 200 തൊട്ട് 300 റേഞ്ചിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാം. അതേപോലെ മോഡ് എന്ന് പറയുന്നത് CMYക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ RGB കളർ മോഡിൽ ചെയ്താലും മതിയാവും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. ഇനി ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ള പിക്ചർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഫയലിൽ പോയി ഓപ്പൺ ചെയ്ത് ഇവിടെ ഓൾറെഡി കുറച്ച് പിക്ചറുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർമെൻറ്റ് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് സ്കാൻ ചെയ്തെടുക്കുക. സ്കാൻ ചെയ്ത പിക്ചറാണ് നമ്മൾ കളർ റെൻഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, 3 ഡ്രോയിങ്സ് ആണ് ഉള്ളത്. ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ മാർക്ക് ടൂൾ, റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ വെച്ച് സെലക്ട് ചെയ്യുന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്യാം. ഇനി പിക്ചറിൻ്റെ വലിപ്പം വളരെ ചെറുതാണല്ലേ, അത് നമുക്ക് സൈസ് വലുതാക്കണം. എന്താ ചെയ്യുക? Ctrl P, പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗാർമെൻറ്റും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇതിലേക്ക് കളർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ കറക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ സ്റ്റെപ്പും ബാക്കടിച്ച് പോയി മാത്രമേ, അതും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കടിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ ഒരു പിക്ചറിൽ ഡയറക്റ്റ് കളർ ചെയ്യുന്നതിന് പകരം നമ്മൾ ലെയറായിട്ടാണ് കളർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഓരോ ലെയറായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഹെയർ ഒരു ലെയർ, സ്കിന്ന് വേറെ, ടോപ്പ് വേറെ, സ്കേർട്ട് വേറെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പിക്ചറിൻ്റെ സൈസ് ഒന്ന് സൂം ചെയ്യുകയാണേ. ഇനി ഫസ്റ്റ് നമുക്ക് ഈ മെയിനായിട്ടുള്ള, അതായത് ലെയർ 1ൽ കിടക്കുന്ന പിക്ചർ നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. പകരം പുതിയൊരു ലെയർ എടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലെയേഴ്സിൻ്റെ അടിയിൽ ക്രിയേറ്റ് എ ന്യൂ ലെയർ, അത് ഞാൻ ക്ലിക്ക് ചെയ്തു. പുതിയൊരു ലെയർ വന്നു, ലെയർ 2. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊരു പേര് കൊടുക്കാം. ഏത് ഏരിയ ആണോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹെയർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ലെയറിന് ഹെയർ എന്നാണ് പേര് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണോ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ മാത്രം സെലക്ട് ചെയ്യാം. ലാസോ ടൂളിൽ മാഗ്നറ്റിക് ലാസോ ടൂൾ സെലക്ട് ചെയ്യുക. അതുപയോഗിച്ചിട്ടാണ് ഹെയർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളറിനോട്, അതായത് ബ്ലാക്കിനോട് അടുപ്പിച്ചിട്ട് അത് മൂവ് ആവുന്നുണ്ടാവും. നമുക്ക് കുറേ കൂടി ഈസിയാണ് സെലക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ ടൂൾ എടുത്തത്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, ഇതിൽ എളുപ്പമുള്ള ടൂൾ വേറെ ഉണ്ടെങ്കിൽ, അതായത് ഓരോരാൾക്കും ഓരോ ടൂളിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ഇതിൽ തന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൂൾ വേണേലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഹെയർ സെലക്ട് ചെയ്തു. ഹെയർ കളർ ഇനി എന്താണോ ഇഷ്ടമുള്ളത് നമുക്ക് കളർ പാലറ്റിൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ബ്ലാക്കോ ബ്രൗണോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഹെയർ കളറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ബ്ലാക്കിനോട് അടുപ്പിച്ചിട്ടുള്ളൊരു കളറാണ് എടുക്കുന്നത്. ഹെയർ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ബക്കറ്റ് വെച്ച് ഫില്ല് ചെയ്ത സമയത്ത് ഇവിടെ ഫുള്ള് ബ്ലാക്ക് ആണല്ലേ, അവിടെ മുമ്പ് കണ്ട ലൈൻസും സ്ട്രോക്സും ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ലൈനുകൾ ക്ലിയർ ആയി വരും. കണ്ടില്ലേ, ഒരു ഗ്രേ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ, കുറച്ച് ലൈറ്റ് ആക്കുമ്പോൾ, ഒരു 91% ആക്കുമ്പോഴത്തേക്കും ഹെയർ ലൈൻസ് കാണുന്നുണ്ടല്ലേ. ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഡാർക്കൺ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നോർമൽ എന്നുള്ളത് ഡാർക്കൺ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വരും. അതേപോലെ തന്നെ ഈ ഹെയർ കളറിൽ ഇനി ബ്രൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, ഷെയ്ഡ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോഡ്ജ് അല്ലെങ്കിൽ ബേൺ യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഡോഡ്ജ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരുന്ന ചില ഏരിയ നമ്മൾ മൊത്തത്തിലല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത്, അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ബ്രൈറ്റ് ആക്കേണ്ട ആ ഏരിയ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സൂം ചെയ്ത് കാണിക്കുക. ഹെയർ മൊത്തത്തിലല്ല, നിങ്ങൾക്ക് ചില ഏരിയയിൽ മാത്രം അല്ലേ കാണുന്നുണ്ടാവും അല്ലേ, ബ്രൈറ്റ് ആയിട്ടുണ്ട്, ലൈറ്റ് അടിക്കുന്ന ഏരിയയാണ്. ഓക്കെ, ഞാനിപ്പോൾ ആ ചില ഏരിയ ഹൈലൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്കിതിനെ ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ബേൺ ടൂൾ യൂസ് ചെയ്യാം. സൈസ് ചെറുതാക്കാം, ഇഷ്ടമുള്ള ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഏരിയ ഡാർക്കൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫേസിൻ്റെ അടുത്ത് വരുന്ന ഭാഗം നേരത്തുള്ള കളറിലും ഡാർക്കായി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഉണ്ടല്ലേ, കുറച്ച് കൂടുതൽ
പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട് കരുതുന്നു. അതേപോലെ സ്കിൻ ഇതാ ഫേസിനോട് കവർ ചെയ്യുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഉള്ള കളറിൻ്റെ ഡാർക്കായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഹെയർ കളർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സ്കിൻ കളർ ചെയ്യുന്നതും അതേപോലെ ഗാർമെൻറ്റിൽ കളർ ചെയ്യുന്നതും നോക്കാം.